Hey all, this is Mianu here, your mentor, your coach in trading. കയ്യിൽ പൈസ ഇല്ലാഞ്ഞിട്ടും എങ്ങനെങ്കിലും ഒക്കെ നമ്മൾ അറേഞ്ച് ചെയ്തിട്ട് ഇല്ലെങ്കിൽ ഓക്കെ ഫൈൻ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ടോപ്പ് ആൻഡ് സ്ട്രാറ്റജീസ് പഠിക്കാനായിട്ട് പോകും. എന്തിനാണ്? മാർക്കറ്റിൽ നമുക്കിത് മാസ്റ്റർ ചെയ്യുകയും നല്ലൊരു പ്രോഫിറ്റബിൾ ട്രേഡറായി മാറാനായിട്ട് കഴിയും എന്നൊരു വിശ്വാസത്തിൽ. ബട്ട് എന്നാൽ 99% നടക്കാറുള്ളത് എന്താണ്? നമ്മളത് പഠിക്കുന്നു, മാർക്കറ്റിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നു, ലോസിൽ വരുന്നു. സെയിം സിറ്റുവേഷൻ അല്ലേ? പലപ്പോഴും പല തവണയും പല ആൾക്കാർക്കും സെയിം സിറ്റുവേഷൻ ആണ് ഉണ്ടാറുള്ളത്. ഇതിന് റീസൺ എന്താണെന്ന് അറിയുമോ? സ്ട്രാറ്റജീസിൽ മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ട് നിൽക്കുന്നതുകൊണ്ട് തന്നെയാണ്. ട്രേഡിംഗ് സൈക്കോളജി ഇല്ലെങ്കിൽ മാർക്കറ്റ് സൈക്കോളജി മനസ്സിലാക്കാതെ സ്ട്രാറ്റജീസ് മാത്രം പഠിച്ചത് നേരെ ഡിറ്റോ അതുപോലെ നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ലോസ് വന്ന് നിൽക്കുന്നുണ്ട്. ഇതിനൊരൊറ്റ ഉത്തരം ട്രേഡിംഗ് സൈക്കോളജി മനസ്സിലാക്കാത്തത് കൊണ്ട് തന്നെയാണ്. നമ്മൾ ഇന്ന് ഇവിടെ വെച്ച് ട്രേഡിംഗ് സൈക്കോളജിയുടെ ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇവിടെ നിങ്ങൾ ഫേസ് ചെയ്യുന്ന മേജർ ഇഷ്യൂസ് എല്ലാം തന്നെ നമ്മൾ ഒരു സെർട്ടൻ ടോപ്പിക്കായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുകയും അതിന്റെ സൊല്യൂഷൻ നമ്മൾ തരുന്നതായിരിക്കും. സോ ലെറ്റ്സ് ഡീകോഡ് ട്രേഡിംഗ് സൈക്കോളജി ടുഗദർ. പണ്ട് ഞാൻ എന്റെ ട്രേഡിംഗ് കരിയർ സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ ട്രേഡ് ചെയ്യാനായിട്ട് തുടങ്ങിയ ഒരു ടൈമിൽ ഞാൻ ഓൾമോസ്റ്റ് ഓർക്കുന്നുണ്ട്, ആസ്റ്റർ DM ആയിരുന്നു ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. 50,000 ക്യാപിറ്റൽ സംതിങ് 50,000 or 75,000 ഈ ഗ്യാപ്പിലായിരുന്നു ഉണ്ടായിരുന്നത്. ഞാൻ എടുത്തതെന്ന് പറയുന്നത് ഫുൾ ക്യാപിറ്റൽ യൂട്ടിലൈസേഷൻ ആയിരുന്നു. അതായത് എനിക്ക് ലെറ്റ്സ് സേ ഒരു 50,000 ആയിരുന്നു എന്റെ ഉണ്ടായിരുന്നെങ്കിൽ ആ 50,000 രൂപയ്ക്ക് ഞാൻ ആസ്റ്റർ DM വാങ്ങിക്കുന്നുണ്ടായിരുന്നു. ആസ്റ്റർ DMലോട്ട് പോയത് എന്തുകൊണ്ടാണ്? ഒബ്വിയസ്ലി നമുക്ക് അത്യാവശ്യം വില കുറഞ്ഞൊരു സ്റ്റോക്ക് ആണ്, കൂടുതൽ ക്വാണ്ടിറ്റി വാങ്ങിക്കാം എന്നൊരു ചിന്തയിൽ പോകുന്നു. ഫസ്റ്റ് വൺ, മോർ ക്വാണ്ടിറ്റിക്ക് വേണ്ടി നമ്മൾ അവിടെ പോയി. ഫസ്റ്റ് മിസ്റ്റേക്ക്. രണ്ടാമത്തത് ഫുൾ ക്യാപിറ്റൽ യൂട്ടിലൈസേഷൻ. എന്തിനാണ്? ഓക്കെ ഫൈൻ, ഞാൻ ഇത്രയും വാങ്ങിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇത്ര ലെറ്റ്സ് ഒരു 2,000 ക്വാണ്ടിറ്റി വാങ്ങിക്കാൻ പറ്റിയെന്ന് വിചാരിക്കുക. 2,000 3,000 ക്വാണ്ടിറ്റി വാങ്ങിച്ചു നോക്കുക. അപ്പൊ 1 രൂപ കൂടി എനിക്ക് 2,000 രൂപ അല്ലെങ്കിൽ 4 രൂപ കൂടി എനിക്ക് അത്രയും രൂപ. ദാറ്റ്സ് ദ മെന്റാലിറ്റി അല്ലെ? നമ്മുടെ ഒരു 1000 ക്വാണ്ടിറ്റി എടുക്കാൻ പറ്റുമോ നമ്മൾ വിചാരിക്കുക, ഓക്കെ ഇതൊരു 5 പോയിന്റ് കൂടിയാൽ എനിക്ക് 5,000 രൂപയായി എന്നൊരു തോട്ട് മാത്രമാണ് നമുക്കിവിടെ വരുന്നത് അല്ലെ? മണി ഓറിയന്റഡ്. തേർഡ് പോയിന്റ്, പ്രോഫിറ്റ് ഓറിയന്റഡ് മാത്രം. നമ്മൾ ഹ്യൂജ് എക്സ്പെക്ടേഷൻ മാർക്കറ്റിൽ എൻറ്റർ ചെയ്യുന്നു. നമ്മൾ അതുപോലെ തന്നെ മൂന്നാമത്തതായിട്ട് നമ്മൾ ജസ്റ്റ് ലൈക്ക് പ്രോഫിറ്റ് ഓറിയന്റഡ് ആയിട്ട് മാറി. ഇതെല്ലാം എത്തിച്ചേർന്ന് നിൽക്കുന്നത് എവിടെയാണ്? ഗ്രീഡ്. മാർക്കറ്റിനെ മൂവ് ചെയ്യുന്നത് 2 ഇമോഷൻസ് ആണ്, ഗ്രീഡും ഫിയറും. ഇതിൽ ഏറ്റവും കൂടുതൽ മാസ്റ്റർ ചെയ്യേണ്ടത് ഫസ്റ്റ് ഓഫ് ഓൾ ഡെഫിനറ്റ്ലി ഗ്രീഡിനെ തന്നെ. ലെറ്റ്സ് മാസ്റ്റർ ഗ്രീഡ് ടുഡേ. ഫസ്റ്റ്, ഓരോ പോയിന്റിലും എവിടൊക്കെയാണ് ഗ്രീഡ് വന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. കൂടുതൽ ക്വാണ്ടിറ്റി എടുക്കാം എന്നുള്ളത് ഗ്രീഡ് അല്ലേ? സോ ദാറ്റ് കൂടുതൽ റിസൾട്ട് കിട്ടും എന്നുള്ളത്. രണ്ടാമത്തത് പ്രോഫിറ്റ് ഓറിയന്റഡ് മാത്രം നമ്മൾ നോക്കി അല്ലേ? പ്രോഫിറ്റ്, എനിക്കിത് കിട്ടിക്കഴിഞ്ഞാൽ എനിക്കിത് ഇത്രയും കിട്ടും എന്നുള്ളൊരു തോട്ടിലോട്ട് മാത്രം നമ്മൾ വന്നു. ഫുൾ ക്യാപിറ്റൽ യൂട്ടിലൈസേഷനും ഡെഫിനറ്റ്ലി ഗ്രീഡ് തന്നെയാണ് അല്ലെ? കൂടുതൽ ക്വാണ്ടിറ്റി മാക്സിമം എടുക്കാൻ പറ്റുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ. ഇതെല്ലാം എത്തിച്ചേർന്നത് എവിടെയാണ്? ഗ്രീഡിലാണ്. അന്നേ ദിവസം ഞാൻ ട്രേഡ് എടുത്തു. ഞാൻ ഓർക്കുന്നുണ്ട് 5,000 6,000 8,000 വരെ പ്രോഫിറ്റ് പോയി. P&L 8,000 വരെ പോയി. ഞാൻ അവിടെ ഇറങ്ങിയോ? ഇല്ല, ഞാൻ ഇറങ്ങിയില്ല. ഞാനിത് പറയുന്നത് എന്റെ സ്റ്റോറി മാത്രമല്ല, ഇത് കേട്ടോണ്ടിരിക്കുന്ന പലവരുടെയും സ്റ്റോറി ഇതുപോലെ തന്നെ അറ്റ്ലീസ്റ്റ് ഒരിക്കലെങ്കിലും നിങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇറങ്ങിയില്ല, ഇച്ചിരൂടെ കയറട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടിരുന്നു. പക്ഷെ എന്താണ് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ഞാൻ ഇറങ്ങിയത് -5,000 ഞാൻ ഇറങ്ങിയിട്ടുള്ളത്. വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് ലെസൺ ഞാൻ അന്ന് പഠിച്ചത് ഗ്രീഡ് മാസ്റ്റർ ചെയ്യേണ്ടതാണ് എന്നുള്ളത്. സോ ഈ ഒരു സെർട്ടൻ ലെവലിൽ ആരൊക്കെ തിങ്ക് ചെയ്തു പോകുന്നോ അവരൊരു പ്രൊഫഷണൽ ട്രേഡർ ആയി തീരാനായിട്ട് പോകുന്നില്ല. ഇത് മാത്രം ഓക്കെ ഫൈൻ, ദിസ് ഈസ് മെത്തേഡ്, ഇത് എന്റെ പ്രശ്നമല്ല മാർക്കറ്റിന്റെ പ്രശ്നമാണ് എന്ന് ചിന്ത. മാർക്കറ്റ് അങ്ങനെ പോയത് കൊണ്ട് ഞാൻ ഇന്ന് ഇത്രയും ലോസ് ഉണ്ടാക്കി എന്ന് ഒരിക്കലുമല്ല. പലപ്പോഴും പല ആൾക്കാരും ഗ്രീൻ ലൈക്ക് പ്രോഫിറ്റ്സ് കണ്ടിട്ട് അന്ന് ഇറങ്ങുന്നത് നെഗറ്റീവിലാണ്. എന്തുകൊണ്ടാണ്? ഗ്രീഡ്. സൈക്കോളജി, ഡെഫിനറ്റ്ലി സൈക്കോളജി തന്നെയാണ്. സോ നമുക്ക് അതാണ് മാസ്റ്റർ ചെയ്യേണ്ടതായിട്ടുള്ളത്. ഇതെങ്ങനെ മാസ്റ്റർ ചെയ്യും? ഈ പ്രശ്നം നമ്മൾ എങ്ങനെ സോൾവ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഫോക്കസ് ഷിഫ്റ്റിംഗ് നടത്തണം. എവിടുന്ന് എങ്ങോട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രോഫിറ്റ് ഇല്ലെങ്കിൽ P&L നിന്ന് നമ്മുടെ ഫോക്കസ് നേരെ മാറുക. എങ്ങോട്ട്? പ്രോസസ്സിലോട്ട്. നമ്മൾ ചെയ്യുന്ന പ്രോസസ്സിലോട്ട് നമ്മളുടെ ഫോക്കസ് ഷിഫ്റ്റിംഗ് നടക്കേണ്ടതായിട്ടുണ്ട്. ഡെഫിനറ്റ്ലി എല്ലാവരും നല്ല രീതിയിൽ തന്നെ മാസ്റ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട് ഇത്. പ്രോഫിറ്റ് ഓറിയന്റഡ് ആയിട്ട് ആരൊക്കെ ട്രേഡ് ചെയ്യുന്നോ അന്ന് ലോസിൽ എത്തിച്ചേരുകയുള്ളൂ. മണി ഓറിയന്റഡ് ആയിട്ട് ആരൊക്കെ ട്രേഡ് ചെയ്യുന്നോ അന്ന് ലോസിൽ എത്തിച്ചേരുകയുള്ളൂ. സോ പ്രോസസ് ഓറിയന്റഡ് ആകുന്നത് എങ്ങനെയാണ്? പെർസെന്റേജ് നോക്കുക.
ലെറ്റ്സ് സേ 50,000 വെച്ച് ട്രേഡ് ചെയ്ത് ഒരു 5,000 P&L കണ്ടു എന്ന് വിചാരിക്കുക. ഹ്യൂജ് റിട്ടേൺ ആണ്, വളരെ ഹ്യൂജ് ആണ്, വളരെ ഹ്യൂജ് ആണ്. അത് 10% ആണ് റിട്ടേൺ അല്ലേ. 50,000 ട്രേഡ് ചെയ്തിട്ട് 5,000 പ്രോഫിറ്റ് ഉണ്ടാക്കി എന്ന് പറയുമ്പോഴത്തേക്ക് 10% പ്ലസ് ആണ് പ്രോഫിറ്റ് വരുന്നത് 5,000 പ്ലസ് പോകുമ്പോഴത്തേക്ക്. എന്നിട്ട് നമ്മൾ എന്തുകൊണ്ടാണ് നിർത്താത്തത്? ഒരു വർഷം ബാങ്കിൽ നമുക്ക് കിട്ടുന്നത് 5 to 7% ഒരു വർഷം. അതായത് ഒരു മാസം നമുക്ക് 1% പോലും കിട്ടുന്നില്ല, ഇല്ലെ 0.5 പോലും കിട്ടാറില്ല പല സ്ഥലത്തും. ലെസ് ദാൻ 1% ആണ്. ഇവിടെ ഒരു ദിവസം 10% ഉണ്ടാക്കിയിട്ട് നിങ്ങൾ നിർത്താറുണ്ടോ? ഇവിടെ ഒരു ദിവസം നിങ്ങൾ 1% ജനറേറ്റ് ചെയ്ത് നിർത്താറുണ്ടോ? 2% ജനറേറ്റ് ചെയ്ത് നിർത്താറുണ്ടോ? 5 നിർത്താറുണ്ടോ? ഇല്ല. ഇതിന് നമ്മൾ കൂടെ വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ റൂൾ ബേസ്ഡ് ട്രേഡിംഗ് കൂടെയാണ്. റൂൾ ബേസ്ഡ് ട്രേഡിംഗ് എങ്ങനെ റൂൾ ബേസ്ഡ് ട്രേഡിംഗിലോട്ട് കൊണ്ടുവരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് നമ്മൾ ഇന്ന സ്റ്റോക്കുകൾ, അതായത് ഫസ്റ്റ് ഡേ തന്നെ, അതായത് ഇന്ന് നമ്മൾ ട്രേഡ് ചെയ്യുന്ന തൊട്ട് മുമ്പത്തെ ദിവസം മാർക്കറ്റ് ഓപ്പൺ ആകുന്നതിന് ഒരു 5 മിനിറ്റ് മുമ്പോ 10 മിനിറ്റ് മുമ്പല്ല, മിനിമം ലെറ്റ്സ് ഒരു 2 hours മുമ്പെങ്കിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്തിരിക്കണം. പ്രിപ്പയർ ചെയ്തിട്ട് കൂൾ ഡൗൺ ആയിട്ടിരിക്കണം. ഫൈൻ. എന്നിട്ടായിരിക്കണം മാർക്കറ്റിൽ അപ്രോച്ച് ചെയ്യുന്നത്. മാർക്കറ്റിൽ അപ്രോച്ച് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾ ഏതൊക്കെ സ്ക്രിപ്റ്റ് ആണോ അല്ലെങ്കിൽ ഏതൊക്കെ സ്റ്റോക്ക് ആണോ നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ളത്, ലെറ്റ്സ് സേ നമ്മളൊരു റിലയൻസ്, HDFC, ITC, ഈ 3 സ്റ്റോക്സ് ആണ് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ളതെന്ന് വെച്ചേക്കുക. അങ്ങനെയാണെങ്കിൽ ഈ 3 എണ്ണത്തിൽ എൻട്രി വരുമ്പോൾ മാത്രമേ നമ്മൾ എൻട്രി എടുക്കാവുള്ളൂ. അതിന്റെ ഇടയ്ക്ക് നമ്മൾ വേറെ അനാലിസിസ് ചെയ്യാൻ പോകുന്നു, റാൻഡം ആയിട്ട് ട്രേഡ്സ് എടുക്കുന്നു. ഇതെല്ലാം നമ്മളെ എത്തിച്ചേർക്കാൻ പോകുന്ന എവിടെയാണ്? ലോസസിനാണ്. എന്തിനാണ് നമ്മൾ ഇടയ്ക്ക് പിന്നെ ട്രേഡ് ചെയ്ത് തപ്പി പോകുന്നത്? ഗ്രീഡ് കൊണ്ടല്ലേ അല്ലെ? ഡെഫിനറ്റ്ലി ഗ്രീഡ് കൊണ്ടല്ലേ. സോ നമ്മൾ അതിനെ മാസ്റ്റർ ചെയ്യുക, കൺട്രോൾ ചെയ്യുക, ഇംപ്ലിമെന്റ് ചെയ്യുക ഈ മെത്തേഡിനെ. സോ ഫസ്റ്റ് നമ്മൾ പ്രിപ്പറേഷൻ ചെയ്യുക. ഒരു മിനിമം 2 to 3 hours മുമ്പ് മാർക്കറ്റ് മുമ്പ് കൂൾ ഡൗൺ ആകുക. ദെൻ പ്രിപ്പയർ ചെയ്തിട്ടുള്ള സ്റ്റോക്കുകളിൽ മാത്രം നമ്മൾ ട്രേഡ് എടുക്കുക. റിസ്ക് മാനേജ്മെന്റ് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുക. ദെൻ നമുക്കൊരു സ്ട്രാറ്റജി കാണണം. ഇന്ന ലെവലിൽ എന്റെ പ്രൈസ് എത്തുമ്പോൾ മാത്രമേ ഞാൻ ട്രേഡ് എടുക്കാറുള്ളൂ എന്നുള്ള ഒരു കൺഫർമേഷൻ നിങ്ങൾക്ക് വേണം. ഇന്ന ലെവലിൽ വരികയാണെങ്കിലേ ഞാൻ എടുക്കത്തുള്ളൂ എന്നുള്ളത് BS സ്നൈപ്പർ എന്ന് പറയും. അതുവരെ വെയിറ്റ് ചെയ്തിരിക്കുക എന്നതാണ്. മാർക്കറ്റ് ഒരിക്കലും നോക്കത്തില്ല നിങ്ങളുടെ കയ്യിൽ എത്ര രൂപയുണ്ടെന്ന്. 5,000 രൂപയോ 10,000 രൂപയോ 10 കോടിയോ 100 കോടിയോ ഉണ്ടെന്നല്ല മാർക്കറ്റ് നോക്കാൻ പോകുന്നത്. മാർക്കറ്റിൽ നിങ്ങൾ എത്ര ഡിസിപ്ലിൻഡ് ആണ് എന്നതനുസരിച്ചിരിക്കും നിങ്ങളുടെ വിൻ ആൻഡ് ലോസസ് എന്ന് പറയാൻ കഴിയും. സോ റൂൾ ബേസ്ഡ് ട്രേഡിംഗ് ആയിരിക്കണം എല്ലാവരും ഫോക്കസ് ചെയ്യേണ്ടത്. റൂൾ ബേസ്ഡ് ട്രേഡിംഗ് ഒന്നുകൂടെ സിംപ്ലിഫൈഡ് ആയിട്ട് നിങ്ങൾക്ക് ഇംപ്ലിമെന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ചെക്ക് ലിസ്റ്റ് ജനറേറ്റ് ചെയ്യണം. ലെറ്റ്സ് സേ ഇന്ന സ്റ്റോക്ക് ഇന്ന രീതിയിലാണെങ്കിൽ മാത്രമായിരിക്കും ഞാൻ ട്രേഡ് എടുക്കുന്നത്, ഇല്ലെങ്കിൽ ഞാൻ ട്രേഡ് എടുക്കത്തില്ല, ഇല്ല ഇത്ര പെർസെന്റേജ് റിസ്ക് ആയിരിക്കും ഞാൻ എടുക്കുന്നത് എന്നില്ലെങ്കിൽ ഞാൻ എടുക്കുന്നില്ല, അല്ലെ പെർസെന്റേജ് റിസ്ക് ഞാൻ കുറയ്ക്കുന്നു. ഇന്ന രീതിയിൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആ ഒരു ചെക്ക് ലിസ്റ്റ് ജനറേറ്റ് ചെയ്യാൻ കഴിയുന്നു. എന്തുകൊണ്ടാണ് മൾട്ടിപ്പിൾ ടാർഗറ്റ്സ് വെച്ചിട്ടും എല്ലാവരും ലോസസിൽ വന്ന് നിൽക്കുന്നത്? ഫസ്റ്റ് ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ട് തിരിച്ച് ലോസിൽ വന്ന് നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് അറിയാത്തതുകൊണ്ടാണെന്ന്. സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് അറിയാത്ത കൊണ്ട് തന്നെയാണ്. സോ നമ്മൾ ഫസ്റ്റ് ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ഗ്രീഡിലാണ്. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള പോലെ ഈ പോയിന്റ്സുകളെല്ലാം ഡെഫിനറ്റ്ലി ഫോക്കസ് ഷിഫ്റ്റിംഗ് ആണ് വേണ്ടത്. എവിടുന്ന് എങ്ങോട്ട്? പ്രോഫിറ്റിൽ നിന്ന് പ്രോസസ്സിലോട്ട്. അതിന്റെ കൂടെ ഒരു റൂൾ ബേസ്ഡ് ട്രേഡിംഗ് ആക്കുക, ചെക്ക് ലിസ്റ്റ് ജനറേറ്റ് ചെയ്തിട്ട് ട്രേഡ് ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മേജർ ആയിട്ടുള്ള പ്രോബ്ലം ഇവിടെ തന്നെ സോൾവ് ആയി. ഓവർ ട്രേഡിംഗ്, ഇമോഷണൽ ട്രേഡിംഗ്, റിവെഞ്ച് ട്രേഡിംഗ്, ഇതെല്ലാം ഇവിടെ സോൾവ് ആയി അല്ലേ? എന്തുകൊണ്ടാ? പ്രോഫിറ്റ് അന്നേ ദിവസം ട്രേഡ് എടുത്തു, ലോസിൽ വന്ന് ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്ക് അഫക്ട് ചെയ്യാറില്ല. ബട്ട് എന്നാൽ പ്രോഫിറ്റിൽ കണ്ടിട്ട് നമ്മൾ ലോസിൽ പോകുമ്പോഴത്തേക്ക് തിരിച്ച് ആ പ്രോഫിറ്റിലോട്ട് എത്തിച്ചേരാനായിട്ട് നമ്മൾ നോക്കുകയാണ് പലപ്പോഴും ചെയ്യാറുള്ളത്. സോ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് എപ്പോഴും പ്രോസസ്സിലായിരിക്കണം. റൂൾസ് കാണണം. ഒരു ദിവസം ഞാൻ ഇത്ര എടുക്കുന്നുള്ളൂ, ഐ ബി സ്റ്റോപ്പിംഗ് ദ. ഡെഫിനറ്റ്ലി പലരും ഈ ഒരു സ്ട്രാറ്റജി കീപ്പ് ചെയ്യാറുണ്ട്. ഞാൻ ഇത്ര ട്രേഡ് ഒരു ദിവസം എടുക്കത്തുള്ളൂ എന്നുള്ളത്. ബട്ട് എന്നാൽ അതിൽ കൂടുതൽ എടുക്കും, അതിൽ കൂടുതൽ റിസ്ക്കും വരും, അതിൽ കൂടുതൽ ലോസും വരുന്നു. എന്തുകൊണ്ടാണ്? ഗ്രീഡ് കാരണമാണ്. സോ നമ്മൾ നമ്മുടെ ഗ്രീഡിനെ കൺട്രോൾ ചെയ്യാനായിട്ട് മാസ്റ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതിനെ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് സിംപ്ലിഫൈഡ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന പ്രോസസ്സാണ് ഫോക്കസ് ഷിഫ്റ്റിംഗ് വഴി. പ്രോഫിറ്റിൽ നിന്ന് ചെയ്യുന്ന പ്രോസസ്സിൽ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് തന്നെ അറിയാം, ഒരു ട്രേഡ് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും പറയുന്നത് എന്താണ്? ഒന്നിൽ ടാർഗറ്റ്, ഇല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് എന്നുള്ളത്. ട്രേഡ് എടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ 100 or 1000 തവണയോ നിങ്ങൾ ചിന്തിച്ചോളുക. ബട്ട് എന്നാൽ എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അവിടെ അനലൈസ് ചെയ്യേണ്ട. ബാക്കി ചെയ്യേണ്ടത് മാർക്കറ്റാണ്. നമ്മൾ അവിടെ കൈയും കെട്ടിയിരിക്കുക എന്നതാണ് ചെയ്യേണ്ടത്. സോ സീ യു ദെയർ ഇൻ നെക്സ്റ്റ് എപ്പിസോഡ്. നിങ്ങൾക്ക് എന്തെങ്കിലും വേറെ സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടെങ്കിൽ, സൈക്കോളജിക്കലി ഇഷ്യൂസ് ഉണ്ടെങ്കിൽ, ജസ്റ്റ് ലെറ്റ് മീ നോ ഇൻ ദ കമന്റ്സ്.
സൈക്കോളജിക്കൽ മാത്രമല്ല, നിങ്ങൾ എന്ത് പ്രശ്നമാണോ നിങ്ങൾ ട്രേഡിംഗിൽ ഫേസ് ചെയ്യുന്നത് കമന്റ്സിലൂടെ അറിയിക്കുക. അത് മാത്രമല്ല ഈ വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നെന്ന് കൂടെ ഷെയർ ചെയ്യുക. സോ ദാറ്റ് നമുക്ക് അതൊരു ഇൻസ്പിറേഷൻ ആണ് കൂടുതൽ വീഡിയോസ് നല്ല രീതിയിൽ തന്നെ ചെയ്യാനായിട്ട്. സീ യു ദെയർ ഇൻ നെക്സ്റ്റ് എപ്പിസോഡ്. ബൈ.